ഹേ വിശാഖ്, നമസ്കാരം. വെൽക്കം ടു മധുരം. ഹലോ. താങ്ക് യു സോ മച്ച്. എവിടെയാണ് ഇപ്പോ? ദുബായിലാണോ, നാട്ടിലാണോ? അല്ലല്ല, ഞാൻ ബാംഗ്ലൂരാണ്, വൈഫിന്റെ അവിടെയാണ്. ഓക്കെ ഓക്കെ. സോ ഹലോ വിശാഖ് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തുടങ്ങുന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ വിശാഖ് പെട്ടെന്ന് വന്നു. താങ്ക് യു. ഭയങ്കര ഒരു നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ തിയേറ്ററിലെല്ലാം. നാട്ടിലും അതുപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഈ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്യാണ് കുറച്ചു നേരത്തേക്ക്. ഓക്കെ, വിശാഖിന്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആനന്ദം എന്നുള്ള ഒരു സിനിമ കഴിഞ്ഞ് കുറെ നാളിന് ശേഷമാണ് ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാളായിട്ട് വിശാഖ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു മൊമെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ നൗ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വെരി ഹാപ്പി, വെരി ഹാപ്പി. ഫസ്റ്റ് ഡേ തന്നെ പടത്തിന് അങ്ങനത്തെ റെസ്പോൺസ് കിട്ടിയപ്പോൾ വാസ് വെരി ഓവർവെൽമിംഗ് ടു ബി ഓണസ്റ്റ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഈ ലെവലിലേക്ക് പടം പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വെരി ഹാപ്പി, വെരി ഗ്രേറ്റ്ഫുൾ. എപ്പോഴും മെസ്സേജസും സ്റ്റോറി റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോഴും അതിന്റെ റെസ്പോൺസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അഭിനയിച്ച ഒരു പടത്തിനും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ആക്ടേഴ്സിനും എല്ലാവർക്കും ഒരേ രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു പ്രോജക്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ എക്സ്പീരിയൻസ്. അപ്പോ ഐ എം ഹാപ്പി, സോ വിത്ത് എവറിബഡി എൽസ്, ആൻഡ് വി ആർ സ്റ്റിൽ സെലിബ്രേറ്റിംഗ്. ശരിക്കും ഇവിടെയും ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങനത്തെ ഒരു പടം, ആദ്യം ടൈറ്റിൽ പോസ്റ്ററൊക്കെ വന്ന സമയത്ത് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു, നല്ലൊരു പടം ആയിരിക്കും എന്നറിയാം. പക്ഷെ ഇത്ര മികച്ച ഒരു പടമാണെന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തന്നെയാണ് മനസ്സിലായത്. കാരണം എന്റെയും ചില സുഹൃത്തുക്കളൊക്കെ ചില റിവ്യൂസ്, ഇപ്പൊ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് പലരും സിനിമ കാണാൻ പോകുന്നത്. റിവ്യൂസ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം വിളിച്ചു പറഞ്ഞു നല്ല പടമാണെന്ന് നമുക്ക് പോയി കാണാം. പക്ഷെ എനിക്ക് പേഴ്സണൽ ചില ഇഷ്യൂസ് കാരണം ഇനിഷ്യൽ 1 വീക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ വിശാഖിന്റെ ചില ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴാണ് ശരിക്കും എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. കാരണം സിനിമയെ കുറിച്ചായാലും വിശാഖിന്റെ ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ ആയാലും ഭയങ്കര രസമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് ആ ഒരു നല്ലൊരു സംസാരപ്രിയനായി മാറിയത്? സംസാരപ്രിയനല്ല കേട്ടോ, ഓണസ്റ്റ്ലി. ഞാൻ കുറച്ച് ആംബിവേർട്ട് എന്നൊക്കെ പറയാം. ഐ എം നോട്ട് വെരി ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് എല്ലാവരുടെ പോയി ഭയങ്കര സംസാരിക്കുന്ന ടൈപ്പ് ഒരാളല്ല. കുറച്ച് ചൂസിയാണ് ആ കാര്യത്തില്. ഐ ഡോണ്ട് നോ, ഐ റിയലി ഡോണ്ട് നോ. അത് ഐ സപ്പോസ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് അതിനുള്ള ഒരു ഔട്ട്ലെറ്റ് കിട്ടുന്നത്. കിട്ടുമ്പോൾ ആൾക്കാരത് കാണുന്നു. ഐ സപ്പോസ് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താ പറയുക എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ മാൻ. ഐ മീൻ ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിസിബിലിറ്റി ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഏരിയ ഇസ് സിനിമ. ഇറ്റ്സ് എന്റെ ഒരു കോർ നോളജ് ഇരിക്കുന്ന ഏരിയ ഇസ് സിനിമ. ഇരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ. ബട്ട് അപ്പോ ഈ സിനിമ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് സബ്ജക്ട്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അറിയാം. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബെൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ആനന്ദത്തിലോട്ടൊരു ക്യാരക്ടർ റോളിലേക്ക് വിളിക്കുന്നത്. എങ്ങനെയാണ് സിനിമ എന്നുള്ള ഇൻഡസ്ട്രി മനസ്സിലേക്ക് കടന്ന് കയറി കൂടിയ ഒരു മൊമെന്റ് എങ്ങനെയാണ്? അയ്യോ, അത് ഭയങ്കര ലോട്ടറി അടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ അവിടെ ബെൻസിൽ വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ അവിടെ ലിറ്റിൽ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ കമ്പനിയിൽ വർക്കും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി ഹെക്ടിക് 2 years ഓഫ് മൈ ലൈഫ്. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, സിനിമയ്ക്ക് ആയിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഓഡിഷൻ ആയിരുന്നു ആനന്ദത്തിന്റെ. ഫസ്റ്റ് ഓഡിഷൻ ആയിരുന്നു ആനന്ദം. അതുവരെ അങ്ങനെ ഓഡിഷൻസ് ഫോർ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. I don't know. I think there is a factor of luck. നമുക്ക് ഹാർഡ് വർക്ക് ഇടാം. I think that's all we can do. പക്ഷേ for things to fall in place, ഈ പറഞ്ഞ പോലെ നേരത്തെ ലല്ലു പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സക്സസ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ആനന്ദം സംഭവിക്കുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് 5 to 10 years ഞാൻ ആ സ്വപ്നവും അതിനുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഓവർനൈറ്റ് സ്ട്രോക്ക് ഓഫ് ലക്ക് ആയിരുന്നില്ല. But I think because I was prepared enough, ആ ഒരു ലക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ I could make the most of it. So yeah, I mean എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇപ്പം ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്, ഇപ്പൊ 93% മാർക്ക് മേടിച്ചതിന് ശേഷം 95% നിനക്ക് മേടിക്കാമായിരുന്നു പറഞ്ഞിട്ട് കംപ്ലീറ്റ് പറഞ്ഞൊരു അച്ഛൻ. അപ്പൊ ആ അച്ഛൻ എങ്ങനെയാണ് സമ്മതിച്ചത് ഇങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലോട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങാനായിട്ട്? അല്ല, അന്ന് obviously there was
ലോട്ട് ഓഫ് റെസിസ്റ്റൻസ്. അത് ഇപ്പൊ ഒറ്റയടിക്ക് സമ്മതിച്ചൊരു കാര്യമായിരുന്നില്ല. നമ്മൾ കുറെ വീട്ടിലിരുന്ന് ഡിബേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ പോയിട്ടാണ് ഫൈനലി ഒരു എന്താ പറയാ ഒരു ഹാപ്പി സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി സാഡ് ഡിസിഷൻ ആയിരുന്നു പുള്ളിക്ക്. അൾട്ടിമേറ്റ്ലി പുള്ളി പറഞ്ഞു 1 വർഷം എടുത്തോ, എന്താന്ന് വെച്ചാൽ ട്രൈ ചെയ്തോ, എന്നിട്ട് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ യു നീഡ് ടു ഗോ ബാക്ക് ടു ബീങ് എൻ എഞ്ചിനീയർ. ലക്കലി ഫസ്റ്റ് ഫിലിം തന്നെ ഹിറ്റായി. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും പറയേണ്ടി വന്നില്ല. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരു കൈൻഡ് ഓഫ് ഈ പറഞ്ഞ നമ്മുടെ ഒരു അംബീഷൻ മനസ്സിൽ കിടപ്പുണ്ട്, സെയിം ടൈമിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു കരിയർ, ഒരു ചലഞ്ചസ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ സിനിമ എന്നുള്ളത് ഡ്രീം ചെയ്യുന്ന ഒരു 90% മുകളിലുള്ള ആൾക്കാരുണ്ടാവും. സോ അവരെല്ലാവരും പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കാരണം അതിലേക്ക് ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് ഒക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് വന്നത്? I think intent is the most important thing. നമ്മൾ ഇതിലേക്ക് if you're coming here for fame and fortune, ആ ഫെയിം ആൻഡ് ഫോർച്യൂൺ ഭയങ്കര ഫിക്കറാണ്. അത് ഐ ഹാവ് ടു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. എന്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫെയിം അല്ലെങ്കിൽ ഇപ്പോ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സക്സസ് ബിക്കോസ് ഓഫ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി, അത് ഇറ്റ് ഡസന്റ് ലാസ്റ്റ് ഫോർ എവർ. ഇവിടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ പുതിയതായിട്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഇത്രേ ഉള്ളൂ, നമ്മൾ കോൺസ്റ്റന്റ്ലി watch more films, work on yourself. As an actor ആണെങ്കിൽ വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, whatever it is, അതിനുള്ള ഒരു സ്കിൽ സെറ്റ് നമ്മളിങ്ങനെ ഹോൺ ചെയ്തുകൊണ്ടിരിക്കാൻ അൾട്ടിമേറ്റ്ലി when an opportunity comes, take it. പിന്നെ and it's never too late. It's never too late. കാരണം ഇപ്പോ we're not professional footballers, ഒരു 25-26 ആകുമ്പോഴത്തേക്കും പീക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്രഷർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ യു കെൻ ഗെറ്റ് യുവർ ബിഗ് ബ്രേക്ക്. ലൈക്ക് ഫോർ എക്സാമ്പിൾ മോർഗൻ ഫ്രീമൻ, പുള്ളിക്ക് ബ്രേക്ക് കിട്ടിയത് 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. സത്യൻ സാറിന് ബ്രേക്ക് കിട്ടിയത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. സോ ദർ ഇസ് നോ പ്രഷർ. If you're genuinely, നേരത്തെ പറഞ്ഞ intent, if your genuine intent is to, purely because of എനിക്ക് ഈ ഒരു എന്താ പറയാ ഒരു മീഡിയത്തിനുള്ള ഒരു സ്നേഹം കാരണമാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി വിൽ കം ലുക്കിംഗ് ഫോർ യു, നോട്ട് വറി അബൌട്ട് ഇറ്റ്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഓഡിഷൻസ് ഒരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ട്. ജസ്റ്റ് ടു മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള ഒരു സിനിമയിലേക്കും ഇപ്പോഴും ഓഡിഷൻ വഴി തന്നെയാണോ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അതിലേക്ക് വന്നത്? കാരണം അതിലും ഒരു ഇല്ല, ഓഫീസറിന് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഓഡിഷൻ. ഓഫീസറിലേക്ക് മാർട്ടിൻ ചേട്ടനാണ്, മാർട്ടിൻ പ്രകാരം നമ്മുടെ പ്രൊഡ്യൂസറാണ് ഇതിലേക്ക് വിളിക്കുന്നത്. ആൻഡ് ഫുട്ടേജ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തായിരുന്നു, മാർട്ടിൻ ചേട്ടൻ വാസ് എ പാർട്ട് ഓഫ്. അപ്പൊ അതില് എന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇതിലേക്ക് പിന്നെ ക്ഷണിക്കുന്നത്. ഞാൻ ടു ബി ഓണസ്റ്റ് വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഫിലിമിലേക്ക് എത്തുന്നത്. അവർ ഓൾറെഡി ഐ തിങ്ക് ഹാഫ് ഓഫ് ദ ഫിലിം ഷൂട്ട് ചെയ്തായിരുന്നു. എന്നിട്ടാണ് അവർ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ആ പോയിന്റിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ബട്ട് ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ. അത് വളരെ ഓവർനൈറ്റ് വളരെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു. പിന്നെ പോയി കഥ കേട്ട് അങ്ങനെ നമ്മള് ഇന്നാവുകയാണ് ചെയ്തത്. ആ ഇത്രയും നല്ലൊരു ടീമിന്റെ ഒരു സിനിമയാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇൻ ഫ്രണ്ട് ആൻഡ് ബിഹൈൻഡ് ദ ക്യാമറ. അപ്പൊ അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്നൊരു കാര്യമാണ്. ബട്ട് ഓഡിഷൻസ് ആർ സ്റ്റിൽ ഹാപ്പനിങ്. ഇപ്പൊ ഹിന്ദിയിൽ എപ്പോഴും നമ്മൾ ഓഡിഷൻസ് എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല, ബട്ട് വീക്ക്ലി ഒരു 2-3 ഓഡിഷൻസ് സ്റ്റിൽ ഹാപ്പൻ. അതിപ്പോ പരിചയത്തിനാവാം, സിനിമയ്ക്കാവാം. ഇന്നലെ കൂടെ ഒന്നും കൊടുത്തുള്ളൂ, ദാറ്റ് വാസ് ഫോർ എ ഫിലിം. ഇപ്പോ ബോംബെക്ക് നമ്മൾ 3rd ഫുട്ടേജിന് പ്രൊമോഷൻസിന് പോകുന്നുണ്ട്. അത് ഹിന്ദിയിൽ ഇപ്പോൾ റിലീസിംഗ് അഗൈൻ. ബട്ട് ഐ എം സ്റ്റേയിങ് ബാക്ക് ആൻ എക്സ്ട്രാ ഡേ ഓൺ ദ 4th ടു ഗോ ഫോർ എൻ ഓഡിഷൻ. അപ്പോ ഓഡിഷൻ സ്റ്റിൽ ഹാപ്പൻ. I think ആ ഒരു ഇൻഡസ്ട്രി in Hindi is like that. Even so-called established actors പോലും അവര് സ്ക്രീൻ ടെസ്റ്റ് ആൻഡ് ഓഡിഷൻസ് വഴിയാണ് സിനിമയിലേക്ക് അവര് ഒരു പാട്ടാക്കുന്നത്. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ ഐ തിങ്ക് വൺസ് യു ആർ ഒരു സോ-കോൾഡ് എസ്റ്റാബ്ലിഷ് ആക്ടർ, ഇപ്പൊ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ നമ്മൾ കാണുമ്പോൾ, എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഡയറക്ടേഴ്സിന്റെ കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും അവരെ അതിന് അയക്കും, അല്ലെങ്കിൽ അവരെ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ബ്രോ നമുക്കറിയാലോ എന്തിനാ ബ്രോന് ഇപ്പൊ എന്തിനാ ഓഡിഷൻ. ഐ ബിലീവ് ദാറ്റ് നോട്ട് ഇറ്റ്. ഓഡിഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, എനിക്ക് കുപ്പി മാത്രമല്ല വേറൊരു ഷെയ്ഡും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന കാണിക്കണമെങ്കിൽ ഓഡിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ഓഫീസർ പോലത്തെ ഒരു പടം വരാൻ ഞാൻ വെയിറ്റ് ചെയ്യണം.
കാര്യം ഞാൻ ഇന്റൻഷനലി ചോദിക്കാതിരുന്നതാണ്. കാരണം കുറെ നാളായിട്ട് നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ ഷെയ്ഡിലായിരുന്നു. കുറെ സിനിമകൾ ചെയ്തു ഇൻ ബിറ്റ്വീൻ. പക്ഷേ നമുക്കൊന്ന് രജിസ്റ്റർ ആയ ആ ഒരു ക്യാരക്ടറാണ്. ഇവൻ ആനന്ദം സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ആ ഒരു ടൈറ്റിൽ ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വിശാഖ് തന്നെയാണ്. അപ്പൊ ഈ ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയത്ത് നല്ല ചലഞ്ചിങ് ആയിരിക്കും. ഓഫ്കോഴ്സ് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ ഒരു ക്യാരക്ടർ. ഞാൻ ശരിക്കും തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വിശാഖിന്റെ ഇന്റർവ്യൂക്ക് വേണ്ടി. കാരണം കുറെ ഇങ്ങനെ വിശാഖിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണോ അതിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. പക്ഷെ ശരിക്കും വിശാഖിന്റെ ഒരു എക്സ്പെക്ടേഷനോടുകൂടി തന്നെ പോയ ഒരു ഒരു പെർസ്പെക്ടീവിൽ പറയാന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുകളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ വിശാഖിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അത് ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സീൻ, ഒന്ന് രണ്ട് സീനുകളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഫൈറ്റ് സീൻ. പക്ഷെ വിശാഖിന് എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് വെച്ചാൽ ഐ ഹാഡ് ടു അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഫേസ് ഭയങ്കര ഷോർട്ട് ആയിരുന്നു. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ബിറ്റ്വീൻ ആ ഒരു മടങ്ങി വിളിക്കുന്ന കോളും ഷൂട്ടും തമ്മിൽ വാസ് എ വെരി വെരി ഷോർട്ട് പീരീഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രിപ്പറേഷൻ മുഴുവൻ അതിലേക്ക് ക്രാമൻ ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നു. ദാറ്റ് വാസ് എ ചാലഞ്ച്. കാരണം നമ്മള് സമയത്ത് ചെയ്യുന്നതും ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ലോട്ട് ഓഫ് തിങ്സ് നമ്മൾ പെർഫോം ചെയ്ത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞത് ഫസ്റ്റ് തിങ് വി ഷോട്ട് വാസ് ഞാൻ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് തിങ് വാസ് മറ്റേ മോർച്ചറിയിൽ നടക്കുന്ന ഫൈറ്റ്. that was the first thing that we shot. അപ്പൊ അതില് ഉള്ള മറ്റേ ഫോർ എക്സാമ്പിൾ ചാക്കോച്ചനെ ഉന്തിയില്ല ടാക്കിൾ ചെയ്തിട്ട് മറ്റേ ആ ഫ്രീസർ വെച്ച് തലക്കിട്ട് അടിക്കുമ്പോൾ ഉള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് എനിക്ക് എന്താ പറയാ, അവിടെയാണ് എനിക്ക് ക്ലിക്ക് ആയത്. ദിസ് ഇസ് ദിസ് ക്യാരക്ടർ. അവിടെ ആ ചാക്കോച്ചിനെ മറ്റേ ഓഫീസ് എന്നൊക്കെ വിളിച്ച് മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ തലയൊക്കെ പിടിക്കുമ്പോഴാണ് എനിക്ക് മറ്റേ ഓക്കെ ഇങ്ങനെ ഒരു വട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാള്. കാരണം there's only so much you can prepare. കുറെ അവിടെ നമ്മൾ ചെന്ന് നമ്മള് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ there is I don't know some magic that happens. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് I think most actors are like that. ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ട്രാക്കിലേക്ക് നമ്മൾ വീഴുന്നത്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സീൻ വാസ് ആ ഇന്റർവെല്ലുള്ള സീൻ തന്നെയായിരുന്നു. നമ്മള് ആ വീട്ടിൽ കയറി ആ മർഡർ കമ്മിറ്റ് ചെയ്യുന്ന ആ സീൻ വാസ് quite challenging. It was quite challenging because of many reasons. അവിടെ മഴയായിരുന്നു, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കുറെ ഡിലേ ആയി. ആ സീൻ തന്നെ നമ്മൾ ഒന്ന് രണ്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു ബിക്കോസ് ഓഫ് കണ്ടിന്യൂറ്റി പ്രോബ്ലംസ്. പിന്നെ അത് ആ ഒരു സീൻ പെർഫോം ചെയ്ത ഫസ്റ്റ് ടൈം വേർ വിശാഖ് വാസ് ഒരു ഡയലോഗ് സീൻ ആസ് ക്രിസ്പി. അപ്പോ അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. മീൻ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്പെഷ്യലി വോയിസ് ഒക്കെ ആവുമ്പോൾ നമ്മളോട് ചെന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും ഇയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഫിഗർ ഔട്ട് ചെയ്യുന്നത് ആ സീനിലായിരുന്നു. കുറച്ച് സീനുകൾ എനിക്ക് തോന്നുന്നു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് മാനേജ് ചെയ്ത് ഇടയ്ക്ക് ഡയലോഗ്സ് വന്ന സമയത്തൊക്കെ പെട്ടെന്ന് അത് വിസിബിൾ ആയിരുന്നു ശരിക്കും. അത് കാരണം വിശാഖ് കാരണം ഇതുവരെ ഡയലോഗ് ഇല്ലാതെ തന്നെ നമ്മൾ പേടിച്ചു. പെട്ടെന്ന് ഡയലോഗ് എനിക്ക് കുറെ സമയത്തിന് ശേഷമാണ് വിശാഖിന്റെ ഒരു ഡയലോഗ് വന്നത്. ഞാനത് നോട്ട് ചെയ്തു. ഇപ്പൊ പറഞ്ഞ മോർച്ചറി സീനിന്റെ ഒരു ഡൗട്ട് ഇവൻ ഡയറക്ടർ ഇല്ലാത്തതുകൊണ്ട് വിശാഖിനോട് ചോദിക്കാം. വിശാഖ് കുറച്ചൊരു സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ആളാണെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കി എന്ത് സിനിമയുടെ ഫ്ലോപ്പ് ഉണ്ടെങ്കിലും വിശാഖ് ക്ഷമിക്കും. പക്ഷെ കഥ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും എനിക്കും പേഴ്സണലി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സീൻ ഡൗട്ട് തോന്നിയതാണ്. ഈ മോർച്ചറി സീൻ തന്നെ ഡോക്ടർ ഈ ആ ഡെഡ് ബോഡി ഇവൻ കുറെ ആൾക്കാരെ സിനിമ കണ്ടു, അതുകൊണ്ട് സ്പോയിലർ ആവില്ലായിരിക്കും. ഡെഡ് ബോഡി കാണുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ആ പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്യാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്, ഫൈറ്റിന് ശേഷമാണ് പറയുന്നത് എനിക്ക് ഇവരെ അറിയാമായിരുന്നു, ഇവർ ഈ പറഞ്ഞ രീതിയിൽ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. സോ അത് അപ്പൊ ഇനിഷ്യലി തന്നെ ആ ബോഡി കണ്ട സമയത്ത് ആ ഡോക്ടർക്ക് ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല ആ ഒരു സീൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോന്ന് അറിയില്ല. ഹലോ ഞാനിപ്പോൾ എസ്പെഷ്യലി ഒരു ഡോക്ടർ യു മീറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പേഷ്യൻസ് എവറി ഡേ അല്ലേ. നമ്മളെല്ലാവരും നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ഒരു പേഷ്യന്റ് കാരണം ഇങ്ങനത്തെ ഒരു വയലന്റ് ഓൾട്ടർക്കേഷൻ അവിടെ മോർച്ചറിയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ഇറ്റ് മേക്സ് യു തിങ്ക് ഹാർഡ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രോമയിലൂടെ നമ്മൾ കയറി പോകുമ്പോൾ മേക്സ് യു തിങ്ക് ഹാർഡ്. അപ്പോ അതിന്റെ ഒരു ലോജിക് അതായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് നമുക്ക് എസ്പെഷ്യലി ബിക്കോസ് ഷീ സീസ് ഇത്രയും അധികം പേഷ്യൻസിനെയും ഡെഡ് ബോഡീസിനെയൊക്കെ കാണുന്ന ഒരാളാവുമ്പോ എല്ലാവരും ഓർത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ വെൻ സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻസ് പെട്ടെന്ന് ഐ സീൻ ദിസ് ഗൈ ബിഫോർ നമുക്ക് പലപ്പോഴും സംഭവിക്കുമല്ലോ. അപ്പോ അതിന്റെ ലോജിക് എനിക്ക് തോന്നുന്നു. ഇപ്പം സിനിമയിലേക്ക് തിരിച്ചു വരുവാന്നുണ്ടെങ്കിൽ ഇപ്പം സെയിം എനിക്ക് മറ്റൊരു വിഷ്വലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീൻ ആയിരുന്നു. അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതായിരിക്കാം. ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് ആ ഒരു കർട്ടൻസ് പോലുള്ള സംഭവം ഇങ്ങനെ മുടിയിലൊക്കെ ഫോണിലൊക്കെ കുരുങ്ങിയിട്ട് പക്ഷെ സ്റ്റിൽ ആ ഡയലോഗ് ബ്രേക്ക് ചെയ്യാതെ എനിക്കൊന്ന് അതൊരു
പക്ഷെ സ്റ്റിൽ ആ ഒരു എക്സ്പ്രഷൻ വിടാതെ തന്നെ അതൊരു നാച്ചുറലി എടുത്തിട്ടൊരു സംഭവം കണ്ടു. ഞാൻ പെട്ടെന്ന് Yeah. വാവുന്ന് പറഞ്ഞത്, കാരണം അതെനിക്ക് മനസ്സിലായി അതൊരിക്കലും എന്തായാലും ഇന്റൻഷനലി നമ്മൾ കുരുങ്ങാൻ പറ്റുന്നില്ല. അത് ആക്സിഡന്റലി സംഭവിച്ചു പോയതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ശരിക്കും അങ്ങനെ Yeah. തന്നെയായിരുന്നു. അതെങ്ങനെയായിരുന്നു? ആബ്സലൂട്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ഓൺ സെറ്റ് ദർ ആർ ഈ ഹാപ്പി മിസ്റ്റേക്സ് സംഭവിക്കും അല്ലെ. നമ്മളിപ്പോ അത് ഒതുങ്ങിയത് കൊണ്ട് നമ്മൾ അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് സോറി ഒന്നുകൂടെ പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു അത് അവിടെയാണല്ലോ ഈ റിയാലിറ്റി സംഭവിക്കുന്നത്, ഈ ഒരു ചെറിയൊരു റിയലിസം സംഭവിക്കുന്നത് അവിടേക്കാണല്ലോ. അപ്പൊ ഈ ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് ഓൾസോ. കാരണം ഞാനിപ്പോ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, ഞാനിപ്പോ ഒരു ലൈൻ ഇട്ടുള്ളൂ, അപ്പൊ ആ ഹൈയിൽ നിൽക്കുവാണ്. അപ്പൊ പെട്ടെന്ന് ഇത് കൊടുങ്ങുമ്പോ ഇറ്റ് ആഡ്സ് ടു ദാറ്റ് ഫ്രസ്ട്രേഷൻ. അപ്പൊ അത് സംഭവിച്ചപ്പോ ജിത്തുവേട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈസ് ലൈക്ക് എടാ നമുക്ക് അത് അങ്ങനെ തന്നെ വെക്കാം, വേറെ ഒന്നും വേണം. കാരണം അപ്പൊ അത് ഐ തിങ്ക് വാസ് എ സെക്കൻഡ് ടേക്ക് സംതിങ്. പിന്നെ എടുത്തില്ല, കാരണം അത്രയും ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ അതൊന്നും പിന്നെ ഇനി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു ബോധം പുള്ളിക്ക് ഉണ്ട്. ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം അത് ശരിക്കും അത് വർക്ക് ആയി എന്നുള്ളതാണ്. കാരണം അതെ അതെ ഫ്രസ്ട്രേഷൻ നമുക്ക് പറ്റുന്നത് ഒരു സംഭവം തന്നെയാണ്. ഇപ്പം വിശാഖന്റെ ഒരു സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്, പ്ലേ ബുക്ക് ഒരു എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, 10 വർഷത്തിനുള്ളിൽ ഞാൻ ഇതൊക്കെ ആകും എന്നുള്ളത്. അപ്പൊ അതിൽ കണ്ട കാര്യങ്ങൾ 30% മാർക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പല സ്വപ്നങ്ങളും എനിക്ക് ആ പ്ലേ ബുക്കിലുള്ള എന്റെ കഴിഞ്ഞ 10 വർഷത്തേക്കുള്ള സ്വപ്നം 2025 വരെയാണ്, ഇല്ലേ, 25-26 അതെ. വരെയാണ്, 25-26 10 years, 2016 to 26. വർഷങ്ങളുണ്ട്. ഇവൻ റിസൾട്ട് വരാറായിട്ടില്ല. 21 വർഷം കൊണ്ട് ഒരുപാട് അതെ മിറാക്കിൾസ് സംഭവിക്കാം. പക്ഷെ സംഭവിക്കാം. ശരിക്കും ഫെയിലിയർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു 30%. കാരണം അതിലില്ലാത്ത കുറെ സംഭവങ്ങൾ ഇപ്പം ബോളിവുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതെ എന്താണ് ആ ഒരു ബുക്കിന്റെ ഒരു കാഴ്ചപ്പാട്? കാരണം അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു പേജ് കുറച്ച് ഞാൻ കണ്ടു, അടുത്ത 10 വർഷം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു 10 വർഷത്തേക്കുള്ള സംഭവങ്ങൾ എവിടെ ഉണ്ട്, പക്ഷെ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ എന്താണ് അതെ അതിലൊക്കെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ. ഞാൻ ഈ പറഞ്ഞ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിന്റെയും ഫിൽം മേക്കേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ കുറെ ഇരുന്ന് കാണുന്ന ഒരു ആളാണ്. അപ്പോ ജിം ക്യാരി ഏതോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു that he took a piece of paper അല്ല, ഒരു ചെക്ക് എടുത്തിട്ട് he wrote $1 million to ജിം ക്യാരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൾഡ് ചെയ്തിട്ട് വാളറ്റിൽ വെച്ച് 1 year later he got a check for $1 million എന്നുള്ള സാധനം. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് എന്നുള്ള ഒരു സാധനമായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. സോ ഐ തോട്ട് ഓക്കെ വൈ നോട്ട്, നമുക്കും ഒരു അങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ടാവാലോ എന്ന് പറഞ്ഞിട്ട് അന്ന് എഴുതി വെച്ചതാണ്. ബട്ട് ഞാൻ അതിനുശേഷം ആക്ച്വലി ആ ഒരു ടെഡ് ടോക്കിന് തൊട്ട് മുമ്പാണ് പിന്നെ അത് തുറന്നു നോക്കുന്നത്. അതിനുശേഷം പിന്നെ അതിനെ കുറിച്ച് മറന്നേ പോയായിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് ടു പുട്ട് പ്രഷർ ഓൺ മൈ സെൽഫ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് കാണുന്നത്. ഈവൻ ടുഡേ ഐ തിങ്ക് ഐ എം ഡൂയിങ് സംതിങ് ബെറ്റർ ഇൻ ദ സെൻസ്, ഞാനിപ്പോ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ഒരു വിഷൻ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ എപ്പോ ഫോൺ എടുത്താലും യു സീ ഇറ്റ്. അപ്പൊ അത് എന്നും നമ്മളെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ്ലി ഐ തിങ്ക് ഇറ്റ് നമ്മളെ ആ ഒരു ട്രാക്ക് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അടവുകൾ, വേറെ ഒന്നുമില്ല. ഈ ടെട്ടാക്കിലെ സംസാരം ശ്രദ്ധിച്ചപ്പോഴാണ് ഇപ്പൊ ദുബായിലെ ഗ്യാവൽ ക്ലബിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രെയിനിങ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന? ഐ തിങ്ക് നമ്മള് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഗ്യാവൽ ക്ലബിൽ പോയത് കൊണ്ട് എനിക്കിപ്പോ പബ്ലിക് സ്പീക്കിംഗ് ഒരു പ്രശ്നമല്ല. അന്ന് ഡിബേറ്റ്സും എലിക്യൂഷനും തിയേറ്റർ ഒക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പബ്ലിക് ഫോറത്തിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ബട്ട് ഐ ഡെഫിനറ്റ്ലി തിങ്ക് ഇറ്റ് ഹെൽപ്സ്. പക്ഷെ എനിക്ക് മലയാളത്തിൽ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ആനന്ദത്തിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം മറ്റേ ഈ കോളേജ് പ്രൊമോഷൻസിനും ഇന്റർവ്യൂസിനൊക്കെ പോയിരിക്കുമ്പോ മലയാളം ഒരു എന്താ പറയാ, എന്റെ മലയാളം അന്ന് അത്രയും ഐ വാസ് ഇൻ കോൺഫിഡന്റ് വിത്ത് ലാംഗ്വേജ്. അപ്പോ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് പതുക്കെ ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ഫ്ലുവൻസി വന്നതാണ്. പിന്നെ ഇപ്പം സിനിമയിലേക്ക് വരാൻ തിരിച്ചപ്പം നമ്മുടെ ചാക്കോച്ചനുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? മുമ്പ് ചാക്കോച്ചനെ അറിയാമായിരുന്നോ, അതോ പേഴ്സണലി ഈ സിനിമയ്ക്കാണോ കുറച്ചുകൂടി അടുത്തത്? എങ്ങനെയാണ് ചാക്കോച്ചൻ? നേരത്തെ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. വി ഹാവ്ന്റ് മെറ്റ്. ഇതിന്റെ ആ മോച്ചറി ഫൈറ്റിന്റെ ട്രെയിനിങ്ങിന്റെ സമയത്താണ്, അതിന്റെ റിഹേഴ്സൽസിന്റെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇമീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് എ വെരി എന്താ പറയാ കീൻ ഒബ്സർവർ. പുള്ളി ഭയങ്കരമായിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ എന്താ പറയാ ഹാർഡ് വർക്കും പ്രിപ്പറേഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ ഓഫ് കോഴ്സ് യു ഓൾ ലവ് ചാക്കോച്ചൻ.
നമ്മൾ പണ്ട് തൊട്ടേ മിറോം അങ്ങനത്തെ എത്രയോ പടങ്ങള് കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആദരിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ദ ചാക്കോച്ചൻ വേർഷൻ 2.0 വിത്ത് എന്നാത്താൻ കേസ് കൂടുതൽ ആൻഡ് സോ മെനി അതർ ബ്രില്യൻ ഫിലിംസ് ആൻഡ് ബ്രില്യൻ റോൾസ് ദാറ്റ് ഹീസ് ഡൺ. ഇപ്പൊ പോകിൻവില്ല, സോ മെനി ഓഫ് ദം ടേക്ക് ഓഫ് ആണെങ്കിലും വാട്ട് എ ബ്രില്യന്റ് ആക്ടർ. അപ്പോ ഐ തിങ്ക് കുറെ പഠിക്കാൻ പറ്റി അദ്ദേഹത്തിന്. ആൻഡ് മോർ ദൻ എനിത്തിങ് എൽസ് അതർ ദൻ ഇറ്റ്സ് അബൌട്ട് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വർക്ക്. ആ ഒരു പ്രൊഫഷണലിസം, ആ ഒരു ഈവൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ആയിട്ടും ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ്, കോൺസ്റ്റന്റ്ലി ലേണിംഗ് ആൻഡ് കോൺസ്റ്റന്റ്ലി അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ സീക്രറ്റ് ബിഹൈൻഡ് ഹിസ് ലോഞ്ചെവിറ്റി. അതിനെക്കുറിച്ച് ഭയങ്കര അവെയർ ആയിട്ട് സ്റ്റഡി ചെയ്ത് ഇവോൾവ് ചെയ്യുന്ന ഒരു ഇന്റലിജന്റ് ആക്ടറാണ് അദ്ദേഹം. ആൻഡ് ഓൺ സെറ്റ് ഹി വാസ് ഫാന്റാസ്റ്റിക്. ബ്രീസ് പുള്ളിയോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ബിക്കോസ് അത്രയും നേരം നമ്മളെ കംഫർട്ട് ആക്കി തന്നു. നമ്മളൊക്കെ ഇപ്പൊ എന്റെ കൂടെയുള്ള ബാക്കി ടീംസിലുള്ള എല്ലാവരും, ഇപ്പൊ ലയ, ഐശ്വര്യ ഫസ്റ്റ് ടൈം ആക്ടേഴ്സ്, വിഷ്ണു ഈസ് 1 or 2 films old in മലയാളം, അമിത് ഇസ് എ ഫസ്റ്റ് ടൈം ആക്ടർ. അപ്പോ ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി തരാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഇഫ് യുവർ സ്റ്റാർ ഒരു ജാട പിടിച്ചിരിക്കാം, but he went out of his way and he made us comfortable. I mean, coming from theatre, I believe that ഒരു കമ്പനി ഓഫ് ആക്ടേഴ്സ് ആവുമ്പോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സേഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ. നമ്മുടെ കോ ആക്ടർ നന്നായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ ഫാക്ട്. ഇപ്പോ ക്രിസ്റ്റീസ് സക്സസ് ടുഡേ ബിക്കോസ് Chakochan elevated that performance, because my co-actors elevated that performance, all of my gang members, അപ്പോ ആ ഒരു കംഫർട്ട്, ഐ തിങ്ക് ദാറ്റ് ഹാറ്റ്സ് ഓഫ് ടു Chakochan to help us അങ്ങനെ. ശരിക്കും ഇതില് വില്ലന്മാര് ഇടയ്ക്കെപ്പോഴേക്കും ഞാൻ ജയിക്കണം എന്ന് ആഗ്രഹിച്ച ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സിനിമ കാണുമ്പോൾ നായകന്റെ സൈഡ് മാത്രമല്ലല്ലോ നിൽക്കാൻ പറ്റുന്നത്. ഈ ഒരു സിനിമയിൽ എവിടേക്കോ ജയിക്കണം എന്നുണ്ടായിരുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെയുള്ള സീൻസിലൊക്കെ ശരിക്കും നിങ്ങളുടെ കൂടെ കുറെ സമയം നിന്നുപോയി. കാരണം ഹീറോയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആ ഒരു ഹീറോയ്ക്ക് പരിവേഷത്തിലേക്ക് കുറച്ച് സമയം എടുത്തു. അതിന് ശരിക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വണ്ടർഫുൾ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു സിനിമ ആസ്വാദകന്റെ പെർസ്പെക്ടീവിൽ തോന്നിയതാണ്. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അവസാനത്തിന് തൊട്ട് മുമ്പ് ഒരു സീൻ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചന്റെ മനസ്സിൽ കൂടിയാണെന്ന് തോന്നുന്നു മകളുടെ വിഷ്വൽസ് കടന്നു പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പം സെയിം ടൈമിൽ തന്നെ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് അതുവരെ അങ്ങനെ പോയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള വില്ലന്റെ മനസ്സിൽ കൂടി പോകാം. സെയിം മൊമെന്റ്സ് വില്ലന്റെയും ഈവൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷ്വൽസ് എന്തുകൊണ്ട് ഡയറക്ടർ ആദ്യം ചെയ്തില്ല എന്നൊരു പരിഭവം എനിക്ക് തോന്നി. കാരണം സെയിം ആ ഒരു മരണത്തിന് തൊട്ട് മുമ്പ് ഇപ്പൊ ചാക്കോച്ചൻ ആ ഒരു പ്രതികാരം ചെയ്യുന്ന ഒരു മൊമെന്റ് മനസ്സിൽ കൂടെ പോകുന്ന സമയത്ത് ഇപ്പോഴത്തും അതേ ഷോട്ട് ഇപ്പുറത്തും കാണിക്കാൻ പറ്റുന്നു. ഇയാളുടെ മനസ്സിലും അതുപോലെ അത് അതിന്റെ ഒരു ഇക്വലന്റ് ഉണ്ടായിരുന്നതാണ് എന്റെ വിശ്വാസം. മറ്റേ ഐശ്വര്യ മരിച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്ന കുറച്ചുകൂടി രസമായെന്ന് എനിക്ക് തോന്നി. കാരണം അതുവരെ നമ്മൾ കുറച്ച് സമയം നമ്മളിപ്പം ഇവരുടെ കൂടെ ട്രാവൽ ചെയ്തതുകൊണ്ട് എനിക്കത് ഈ പലതരത്തിലുള്ള ഇമോഷൻസ് ഞാൻ പറഞ്ഞില്ല സിനിമ. ഇപ്പം ഐ ഡോണ്ട് നോ എനിക്ക് ശരിയാണോ എന്നുള്ള കാര്യം. ഞാൻ എന്റെ മകനോട്ടാണ് പോയത്. അപ്പം കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണോ എന്ന് അറിയില്ല, പക്ഷെ അവനത് എൻജോയ് ചെയ്തു. കാരണം ചില കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, പെൺകുട്ടിയൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, മോളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇവനിങ്ങനെ ക്യൂരിയോസിറ്റി ആയി സീറ്റിന്നൊക്കെ ഇങ്ങനെ എന്ത് വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് അവനോട് പറഞ്ഞത് മോനത് ആക്ടിങ് ആണ് അത്രയും പ്രഷർ അവരുടെ മനസ്സിലേക്ക് പോവല്ലേ. കാരണം ഒരു സെക്കൻഡ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇന്റർവെൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇന്റർവെലിന് എനിക്ക് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകണം. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിച്ചത് ചെറുതായിട്ടെങ്കിലും ഒരു മ്യൂസിക് സീനെങ്കിലും വന്നിട്ടുണ്ടെ പോവാന്ന്. അപ്പൊ ഇടയ്ക്ക് ഒരു മ്യൂസിക് സീൻ വന്ന സമയത്താണ് വാഷ്റൂമിലോട്ട് പോയത്. അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കൊണ്ടൊരു സിനിമ തന്നെയായിരുന്നു. ശരിക്കും ഓഫീസർ അടുത്ത സമയത്ത് ഒത്തിരി സന്തോഷം തന്നൊരു സിനിമ തന്നെയായിരുന്നു. അപ്പം വിശാഖ് ഈ ഒരു സിനിമ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിശാഖിനെ ഒരു പേഴ്സണലി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് അറിയാത്ത വിശാഖിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറോ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് സർപ്രൈസ് തോന്നുന്ന ഒരു സംഭവം എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരു കാര്യം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് പെട്ടെന്ന് ഹേർട്ടാവും, പെട്ടെന്ന് സങ്കടം വരും. അത് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് മറ്റേ ഈ വളച്ചൊടിച്ച് ഭയങ്കര ഒരു എന്താ പറയാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഞാനിപ്പോഴും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
അതേസമയത്ത് യുനോ കുറച്ച് OCD ഉള്ള ഒരു മനുഷ്യനാണ്. ഓ ഐ ഡോണ്ട് മീൻ ദാറ്റ് ഇൻ ദ മറ്റേ ഒരു കാഷ്വൽ സെൻസ് അല്ല. ഐ മീൻ ജെന്യുവൻ ആയിട്ടുള്ള മനസ്സിലായി, ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആങ്ഷ്യസ് OCD ഉള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര സെൽഫ് ക്രിട്ടിക്കൽ ആണ്. അപ്പോ അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ആൻഡ് ഡിഫെക്ട്സ് ഉള്ള ഒരു നോർമൽ ഹ്യൂമൻ ബീങ് തന്നെയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഈ പറഞ്ഞ എന്താ പറയുക സെലിബ്രിറ്റി ഡം ഇസ് എ പ്രോബ്ലം. പെട്ടെന്ന് നമ്മളെ എന്താ പറയുക പുട്ട് ഓൺ എ പെഡസ്റ്റൽ, അതിനുശേഷം നമുക്ക് ഒരു ഡിഫക്റ്റും പാടില്ല എന്നുള്ള ഒരു സാധനമായിട്ട് ആൾക്കാർ നമ്മളെ കാട്ടിക്കൂട്ടും. പക്ഷെ അതല്ല, നമുക്ക് ഈവൻ ഐ ആം ആൻ ആക്ടർ ബൈ പ്രൊഫഷൻ, പക്ഷെ എന്നാലും ഞാനൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. എനിക്കും നമ്മുടേതായ നോർമൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാണ്ട് വല്ല ഭീകര പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല, വരില്ലെന്നാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും. ഇപ്പം ഭയങ്കര ജെന്യൂനായിട്ട് തന്നെ സംസാരിച്ചു. കാരണം വിശാഖിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലായിരുന്നു എനിക്കിപ്പം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കിന്ന് വിശാഖിനോട് ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്നാണ് നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ മൃദുല വിളിച്ചിട്ട് പറയുന്നു വിശാഖിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, സംസാരിക്കാൻ പറ്റുമെന്ന്. ഐ എം ഹാപ്പി ബിക്കോസ് ഞാൻ കുറച്ച് സിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ സിനിമ കാണാനും പോയി, എല്ലാം എടുക്കാൻ പറ്റൂല. അത് എനിക്ക് എന്തായാലും ഭയങ്കര പേഴ്സണലി ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. ഇപ്പം വിശാഖിന്റെ ഫാമിലിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പം വൈഫാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കായിട്ടുള്ളത്, സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഭാര്യ ചുറ്റിപ്പറ്റിയാണ് കംപ്ലീറ്റ് ഒരു ജീവിതം തന്നെ. എനിക്കൊന്ന് ഇങ്ങനത്തെ അപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നം അത് തന്നെയാണ്. ഫാമിലി ലൈഫ് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, കാരണം തിരക്കായിരിക്കും. എങ്ങനെയാണ് ഇപ്പം വീട്ടില് ഭാര്യ, അറിയാം കുറച്ച് ക്രിട്ടിക്കാണ്, അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്നുള്ള കാര്യം, പക്ഷെ ഓവറോൾ നിങ്ങളുടെ ഒരു സമയം കിട്ടുന്നില്ല, ഇപ്പം സിനിമയുടെ തിരക്കൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പരാതികളൊക്കെ പറയാറുണ്ടോ? അങ്ങനെ അതൊക്കെ ഇപ്പോഴും പറയും, പക്ഷേ ഷീ അണ്ടർസ്റ്റാൻഡ്സ് എന്നോ. അതായത് ഇത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വിശാഖ് നീഡ്സ് ടു ബി വിശാഖ് ദ പബ്ലിക് ഫിഗർ. പക്ഷെ അവൾ ഇപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ വരുമ്പോൾ നിന്റെ ഈ സ്റ്റാറും ജാടയൊക്കെ ആയിട്ടൊന്നും വരണ്ട, വീട്ടിൽ വരുമ്പോൾ യു ജസ്റ്റ് മൈ ഹസ്ബൻഡ്, യു ജസ്റ്റ് അനദർ ഗായ്. അപ്പൊ ആ ഒരു ബോധം എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി എന്നാണ് അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, വിച്ച് ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത്. കാരണം നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചാട കാണിച്ചിട്ട് ഒരു കാര്യമില്ല, ബിക്കോസ് ദാറ്റ്സ് നോട്ട് അല്ല. ഫുഡ് എന്ന് മാത്രമല്ല, ഐ തിങ്ക് അതില് പിന്നെ ലൈഫ് വിൽ ബി വെരി വൺ ഡയമെൻഷണൽ. ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞതിന് യു നീഡ് ഒരു ബാലൻസ് അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ജോലിയാണ് അല്ലെ. അത് കുറച്ച് നാലാള് കാണുന്ന ഒരു ജോലിയാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇറ്റ്സ് എ പ്രൊഫഷൻ. അപ്പോ ഒരു 9 to 5 ജോബ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇഫ് ഐ കൻ സ്പെൻഡ് ടൈം വിത്ത് മൈ വൈഫ്, ഇതിലും അത് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഞാനിപ്പോ ലോകമെമ്പാടും ചുറ്റുന്ന ഒരു ബിസിനസ് മാൻ ആണെങ്കിലും ഇതേ ടൈം കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ബട്ട് ഈവൻ ദെൻ he or she will try to find time for family. അപ്പൊ പക്ഷെ ടു ബി ഓണസ്റ്റ് ഞാൻ എപ്പോഴും ഈ ഒരു ചിന്താഗതി ആയിരുന്നില്ല എന്റെ. റൈറ്റ് ടിൽ മേ ബി ഈവൻ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ മാരേജ്, സിനിമ വാസ് എവറിതിങ്. വേറെ ഒന്നുമില്ല ലൈഫിൽ, സിനിമയാണ് എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദാറ്റ്സ് ചേഞ്ച്ഡ്. ഐ ഹാവ് കം ടു റിയലൈസ് ദാറ്റ് അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ യു പുട്ട് ടു മച്ച് പ്രഷർ ഓൺ യുവർസെൽഫ്, then every film is do or die. അത്രയും പ്രഷർ നമ്മൾ ഇട്ടാ നമുക്ക് ആ പ്രോസസ്സോ ആർട്ട് ഫോമോ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാണ്ടാവും. there's a reason, like I don't know who's ആരെ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നമ്മളൊരു തിയേറ്റർ പെർഫോമൻസിന് ഒരു പ്ലേ എന്ന് വിളിക്കാനുള്ള കാരണം is because you need to have that sense of play. ആ ഒരു നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ you need to be able to have fun. അപ്പൊ നമ്മൾ ഈ പടം കാരണം അടുത്ത പടത്തിൽ ഇങ്ങനത്തെ കഥാപാത്രത്തിനെ കിട്ടും, അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റീവ് ആയിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് ചെയ്താൽ എനിക്ക് പേഴ്സണലി അത് വർക്ക് ആവില്ല. So I think treat it like a job. And ബാക്കി ഇപ്പൊ ഉള്ള സമയം എനിക്ക് ഇപ്പോ nothing that I enjoy more than വീട്ടിൽ വെറുതെ ഇരുന്ന് സിനിമ കണ്ട് ഭാര്യയുടെ കൂടെ ചില്ല് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾ കുറെയൊക്കെ ട്രാവൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ it shouldn't be this or that എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോ ഒരു പീസ് ഓഫ് അഡ്വൈസ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശാഖിനെ പോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ വിശാഖിനെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു വൺ പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും വിശാഖിന് പറയാനുള്ള, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്? പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നോട് നമുക്ക് ഭയങ്കര ഇപ്പൊ ഫേസ് ഫെയിലിയേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ സെറ്റ് ബാക്സ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും കുറ്റം ചെയ്യും അല്ലെ. ഇത് അവരെന്നെ പ്രിഫർ ചെയ്യാത്തതുകൊണ്ടാണ്, ഇത് ശരിയാവാത്തതുകൊണ്ടാണ്, അത് ശരിയാവാത്തതുകൊണ്ടാണ്. ഓൾ ഓഫ് ദാറ്റ് ഇസ് ട്രൂ. അതൊക്കെ പക്ഷെ നമ്മുടെ ചിലപ്പോൾ കയ്യിൽ നിന്നില്ല, എന്താ പറയാ, നമ്മുടെ കയ്യിനപ്പുറമുള്ള ഫാക്ടേഴ്സ് ആവാം, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഫാക്ടേഴ്സ് ആവാം.
പണ്ട് ഒരിക്കൽ വെൻ ഐ വെന്റ് ടു മൈ ഫാദർ ആൻഡ് അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ നടന്ന എന്തോ ഒരു എന്തോ ഡ്രാമ ടീമിൽ സെലക്ഷൻ കിട്ടാണ്ടോ അപ്പൊ എന്തോ സെലക്ഷൻ കിട്ടാണ്ടോ ആയപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഫേവറിറ്റിസ് വെച്ചാൽ അത് ഞാൻ നന്നായിട്ട് ചെയ്തു, എനിക്ക് റോള് തന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞടാ നമ്മളൊരു ചായ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ എത്ര ലെറ്റ്സ് അതിന് മുകളിൽ പതയുണ്ട് അല്ലെ, നമ്മളത് എത്രയായിട്ട് സ്റ്റർ ചെയ്താലും ആൻഡ് യു ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് ദ പത, ആ പത പൊങ്ങി തന്നെ വരില്ലേ. സോ സോ ദ ഫ്രോത്ത് വിൽ റൈസ് എന്നാണ് പുള്ളി എന്നോട് അന്ന് പറഞ്ഞത്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ജസ്റ്റ് കീപ് ഡൂയിങ് യുവർ വർക്ക്. ബാക്കി നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചുമ്മാ ആലോചിച്ച് ഡൗൺ ആയിട്ട് കാര്യമില്ല. ഇഫ് യു വോണ്ട് ടു ബിക്കം ആൻ ആക്ടർ, ഇഫ് യു വോണ്ട് ടു ബിക്കം എ ഫിൽം മേക്കർ, അത് എസ്പെഷ്യലി ഇൻ ടുഡേസ് ഡേ ആൻഡ് ഏജ് നമുക്കിപ്പോ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരു സിനിമ പിടിക്കാം. ഒരു ഫോൺ എടുത്ത് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours ഒരു സിനിമ ഷൂട്ട് ചെയ്താൽ ദാറ്റ്സ് ഇറ്റ്, യു ആർ എ ഡയറക്ടർ. ഇതാരും നമുക്ക് ഇപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ഗോ ടു കോളേജ് ആൻഡ് ഗെറ്റ് എ ഡിഗ്രി ടു ബിക്കം എ ഡയറക്ടർ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഒരു ആക്ടർ ആവണമെങ്കിൽ നമുക്കിപ്പോ സിനിമയിൽ തന്നെ അഭിനയിക്കണം എന്നില്ലല്ലോ. ഇപ്പോ ഒരു തെരുവ് നാടകം ആവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ഫിലിം ആവാം. ഒന്നുമില്ലെങ്കിൽ ഓഡിഷൻസ് തന്നെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയല്ലേ. അപ്പോ വേദികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക ആൻഡ് കീപ് വർക്കിംഗ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ കം ടു യു. വേറെ ഒരു വഴിയില്ല. ബിക്കോസ് ഇപ്പൊ ഇൻഡസ്ട്രി ഭയങ്കര ഡെമോക്രറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും സിനിമ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ബി an aspiring actor or aspiring filmmaker. And just keep working. That's all. Just keep swimming. മറ്റേ ഫൈൻഡിങ് നീമോയില് മറ്റേ ഫിഷ് പറഞ്ഞ പോലെ just keep swimming. വിശാഖിന്റെ ഇപ്പൊ സംസാരത്തിലൊരു ഇവൻ ആദ്യം മുതലേ കേൾക്കുമ്പോൾ എനിക്കുണ്ട് ഒരു ഡയറക്ടർ ഒരു ഫിലിം മേക്കറുടെ ക്രാഫ്റ്റ് കിടപ്പുണ്ടെന്ന് തോന്നാറുണ്ട്. കാരണം ഇത്ര നന്നായി സംസാരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അതായിരിക്കും എല്ലാ പെർസ്പെക്റ്റീവിലും സംസാരിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഒബ്സർവേഷൻ ഉള്ള ഒരു മനുഷ്യനാണെന്നറിയാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് വർക്കോ അല്ലെങ്കിൽ കുറച്ച് നോട്ട്സോ വൺലൈനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്ടർ ലെവലിലേക്ക് പോകാനായിട്ട്? അല്ല, ഒരു 3-4 സ്ക്രീൻ പ്ലേസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈക് ഫുൾ ലെങ്ത് സ്ക്രീൻ പ്ലേസ്. ഒരെണ്ണത്തിന്റെ ഒരു 10 ഡ്രാഫ്റ്റ് ആയി, ഒരെണ്ണത്തിന് ഒരു 3-4 ഡ്രാഫ്റ്റ് ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ പിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ അടുത്ത്. ഇപ്പൊ എനിക്ക് കോ റൈറ്റേഴ്സ് ആയിട്ട് എന്റെ വളരെ ഒരു അടുത്ത സുഹൃത്ത് തന്നെ ഉണ്ട്, ഒരു കോ റൈറ്റർ ആയിട്ട് നിഖിൽ എന്നാണ് അവന്റെ പേര്. ഈസ് എ റൈറ്റർ. അതുപോലെ തന്നെ വേറൊരു റൈറ്റർ നെയിംസ് സിദ്ധാർത്ഥ് ഇസ് ഓൾസോ വർക്കിംഗ് വിത്ത് മീ. അപ്പോ അതിനുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ആൻഡ് പക്ഷെ ഇതൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു അഗൈൻ പുട്ട് പ്രഷർ ദാറ്റ് ഈ വർഷം ഞാൻ ഡയറക്ട് ചെയ്തിരിക്കും. ബിക്കോസ് യു നെവർ നോ. നമുക്ക് അഗൈൻ ഞാനിപ്പോ ആക്ടേഴ്സിന് അടുത്ത് പിച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമ നമ്മൾ പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് മറ്റേ ഓക്കെ ഇപ്പൊ മാർക്ക് വർക്കായി അതുകൊണ്ട്, അല്ലെങ്കിൽ ഓഫീസർ വർക്കായി അതുകൊണ്ട് ഇനി ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പിടിക്കാം എന്ന് പറഞ്ഞ് എഴുതാൻ എനിക്കറിയില്ല. അപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഫിലിംസ് ഉണ്ട്. ഫിലിംസ് ദാറ്റ് വിൽ ഗിവ് മീ ഒരു ഹാപ്പിനെസ് വെൻ ഐ വാച്ച് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ ഫിലിംസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കുറെ സ്ക്രിപ്റ്റ്സും ഐഡിയാസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് എന്റെ പിച്ചിങ്ങിന് നടക്കുന്നുണ്ട്. ബട്ട് നോ ഹറി. നോ ഹറി വാട്ട്സോഎവർ. കാരണം ആസ് എൻ ആക്ടർ നമുക്കിപ്പോ ഒരു നല്ലൊരു ചാപ്റ്ററിന്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ഓഫീസർ ഇൻ ഡ്യൂട്ടി. അപ്പൊ അതൊക്കെ ഒന്ന് ആ ഒരു ഫ്ലോയിൽ ഇപ്പൊ പോട്ടെ. ആൻഡ് എന്തൊക്കെ പറഞ്ഞാലൊക്കെ തിരക്കാൻ ഇറ്റ്സ് എ പ്രൊഫഷൻ. EMI ഒക്കെ ഉണ്ട്. I have to secure my family's future also. ഇപ്പൊ തൽക്കാലം ഐ എം ഗിവിംഗ് പ്രെഫറൻസ് ടു ദാറ്റ്. ഒരു നല്ലൊരു സേഫ്റ്റി നെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഉള്ള സമയത്ത് നമുക്കൊരു 1-2 വർഷം ബ്രേക്ക് എടുത്തിട്ട് പോയി കാരണം ഒരു സിനിമ ഉണ്ടാക്കുന്ന വെച്ചാൽ നോട്ട് ഈസി. അതൊരു 2 വർഷത്തെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അല്ലെ, പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് പടം ഇറക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 year നമുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കണം ഇഫ് യു വാണ്ട് മേക്ക് ഇറ്റ് വെൽ. അപ്പോ ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പൊ നോ എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ബിക്കോസ് വെരി പ്രാക്ടിക്കൽ റീസൺസ്. ഇപ്പൊ ആ ഒരു ഫ്ലോയില് പോട്ടെ. ആൻഡ് ഹോപ്പ്ഫുള്ളി സംഡേ എന്തായാലും sure at one point it will happen. തീർച്ചയായിട്ടും. എന്തായാലും ഈ തിരക്കിനിടയിലും വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് റിയലി എ ഗുഡ് കോൺവെർസേഷൻ. ഭയങ്കര ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചു. അപ്പം എനിക്കും പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഡെഫിനറ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കുറച്ച് കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ്. വരാൻ പോകുന്ന പ്രൊജക്ടുകൾക്കും സിനിമകൾക്കും ഈ പറഞ്ഞ ഡയറക്ടോറിയൽ വെഞ്ചേഴ്സിനും എല്ലാ നന്മകളും നേടുകയാണ്. താങ്ക് യു. ഒരു ദിവസം കാനഡയിൽ വെച്ച് നമുക്ക് സ്റ്റുഡിയോയിൽ ഡയറക്റ്റ് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മധുര 20 years ആയിട്ട് ഞങ്ങൾ കാനഡയിലുള്ള റേഡിയോ ആണ് മധുരഗീതം. അപ്പം ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം സൂൺ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, man.